ഹായ് ഹലോ. എന്റെ കുറച്ച് നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. അതിന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഗൈസ്. ഫാമിലി വ്ലോഗും ട്രാവലിംഗ് വ്ലോഗും ഒക്കെ ആയിട്ട് നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാകും. എനിക്കൊപ്പം കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ഒരാളും കൂടി ഉണ്ടാകും. ആളാണ് ഇയാൾ അലംകൃത, ഞങ്ങളുടെ അല്ലിക്കുട്ടി. ഇപ്പം 2.25 വയസ്സ് കഴിഞ്ഞു. സെപ്റ്റംബർ 3 വയസ്സാകും. ഇനി അംഗൻവാടിയിലൊക്കെ പോണം. എവിടെ പോവാനാ? ഭയങ്കര കളിയിലാണ്. പിന്നെ കട്ട സപ്പോർട്ട് എന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? ഇതിപ്പം ഞാൻ 3ാമത്തെ വട്ടമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഫസ്റ്റ് വീഡിയോ എടുത്തത് ഇങ്ങനെ വെച്ചെടുക്കേണ്ടത് ഞാൻ ഇങ്ങനെ വെച്ചെടുത്തു. ഞാനൊരു വീഡിയോയിൽ അത് കണ്ടതാ. നിങ്ങൾ ലോങ് വീഡിയോ ചെയ്യുമ്പം ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അത് ഷോർട്ട്സായി കയറി പോകുമെന്ന് ഞാൻ കണ്ടതാണ്. പക്ഷെ എടുക്കാൻ നേരത്തെ ഞാനതങ്ങ് മറന്നുപോയി. എന്നിട്ട് ഞാൻ ഇങ്ങനെ വെച്ചെടുത്തു. അപ്പൊ അത് ഫ്ലോപ്പായി പോയി. പോയപ്പോ ഞാൻ അല്ലിയോട് പറഞ്ഞു, അല്ലിയോ ആ വീഡിയോ ശരിയായില്ലല്ലേ, നമുക്ക് ഒരു വീഡിയോ കൂടെ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞു എടുക്കാം എന്നൊക്കെ പറഞ്ഞ്. അന്നേരം ഫസ്റ്റ് വീഡിയോ, ആദ്യത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. രണ്ടാമതെടുത്ത വീഡിയോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അന്നേരം ഞാന് അല്ലിയോട് പറഞ്ഞു, അല്ലി രണ്ടാമത്തെ വീഡിയോ ശരിയായില്ല, ഒന്നുകൂടെ ഒന്ന് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞു ചെയ്യാന്നൊക്കെ പറഞ്ഞു. അന്നേരം ഇപ്പൊ ഇവിടെ ചെയ്തിട്ട് കഴിഞ്ഞ ആദ്യത്തെ വീഡിയോയില് തുടങ്ങുന്ന മുതൽ ലാസ്റ്റ് കഴിയുന്ന വരെ എന്റെ അടുത്തിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ ആളാ. ഇന്ന് അത്രയും പറഞ്ഞിട്ട് പോയി. നമുക്ക് ബോറടിച്ച് പറയും കാണും, സ്വാഭാവികം. അന്നേരം പിന്നെ ഇതിപ്പം മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പം എന്താണ് പറയേണ്ടത്? അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഈ ചാനൽ. ഇറ്റ്സ് മീ റീന എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാന് അങ്ങനെ എന്താണ് ഒരു ഇത്രയും നാള് ഞാനങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും ഒത്തിരി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളല്ലായിരുന്നു. കാരണം എനിക്കൊരു ഗവൺമെന്റ് ജോബിനോട് വളരെയധികം താല്പര്യമായിരുന്നു. ഞാൻ അതിനുവേണ്ടി കുറെ കഷ്ടപ്പെടുകയും പഠിക്കുകയൊക്കെ ചെയ്തതാണ്. അന്നേരം പക്ഷെ എനിക്ക് ഇതുവരെ ജോബൊന്നും ആയില്ല. അത് എനിക്ക് ലക്കില്ലാത്തതുകൊണ്ടാണോ അതോ ഞാൻ പഠിച്ച് ശരിയാവാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. മിക്കവാറും പഠിച്ച് ശരിയാവാത്തതുകൊണ്ടായിരിക്കും. എന്റെ പ്രായത്തിലുള്ള എന്തോരോ ആൾക്കാർ പഠിച്ചു കയറുന്നു. മെയിനായിട്ട് മാത്സ് ഇംഗ്ലീഷും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്നവരൊക്കെ എങ്ങനെയൊക്കെ കയറിപ്പോകും. എനിക്ക് അറിയാത്ത 2 വിഷയങ്ങളും ഇത് തന്നെയാണ്. ഇത് തന്നെ കടന്ന് എത്ര പഠിച്ചാലും എന്റെ തലയിലേക്കെത്തുന്നത്. മാത്സ് ഒക്കെ ആണെങ്കിലും ചെയ്യുന്ന സമയത്ത് എന്താണ് നല്ലതായിട്ട് ചെയ്യും. 1-2 ദിവസമൊക്കെ നല്ലതായിട്ട് ഓർമ്മ നിൽക്കും. എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ആ ഒരു സംഭവം തന്നെ പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. വേറെ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് തിരിച്ച് വരാമെങ്കിൽ ഇത് അറിയത്തേ ഇല്ല. ഞാനാണോ പഠിച്ചതെന്ന് പോലും എനിക്ക് തോന്നാറില്ല. അങ്ങനെ എന്റെ കുറെ സമയം വേസ്റ്റ് ആയി പോയി. അങ്ങനെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താ ഇങ്ങനെ ഒത്തിരി സമയം ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു ആക്ടിവിറ്റീസിലും പങ്കെടുക്കാതെ ഇതേന്നും പറഞ്ഞിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ അവിടുത്തെ കളിയൊക്കെ ആക്കുന്നോ ഞാൻ ഭയങ്കര പഠിപ്പിച്ച പുസ്തകം പുഴുവാന്നൊക്കെ പറയുമായിരുന്നേ. എന്നിട്ട് അങ്ങനെയുള്ള ഒരാളായിരുന്നു ഞാൻ. വേറെ ഒന്നിലും ഞാൻ ടൈം കണ്ടെത്താൻ ശ്രമിക്കാറില്ല. എനിക്ക് അപ്പോഴും ഇത് തന്നെ പഠിക്കണം എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ അതിന് പറയാനൊന്നും ഇതുവരെ ഉണ്ടായില്ല. ഉണ്ടാവുമായിരിക്കും എന്നും പറഞ്ഞിട്ട് ഞാൻ പാടെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. പഠിച്ചുകൊണ്ടേയിരിക്കും. സമയം കിട്ടുമ്പോഴൊക്കെ പഠിക്കും. പിന്നെ പറ്റുന്ന എക്സാം എല്ലാം എഴുതും. എപ്പോഴെങ്കിലും കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്ത് വെറുതെ ഇങ്ങനെ ഇനിയിപ്പൊ കുഞ്ഞ് അംഗൻവാടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന സമയമാണ് കൂടുതൽ. എന്നാൽ എവിടെയെങ്കിലും ജോലിക്ക് പൊക്കൂടെ എന്ന് ചോദിച്ചാൽ ജോലിക്ക് പോകാന് പ്രൈവറ്റ് ഫേമിൽ എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ ഒരുപാട് പ്രൈവറ്റ് ഫേമിലൊക്കെ ജോലിക്ക് പോയിട്ടുള്ളതാണ്. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ 5-6 പ്രൈവറ്റ് ഫേമിൽ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്, കല്യാണത്തിനൊക്കെ മുമ്പേ. അന്നേരം ഞാൻ ഇവിടെ പത്തനംതിട്ട ജില്ലയിലാണ്. അവിടെ കോന്നി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ പറയത്തക്ക വലിയ വലിയ സ്ഥാപനങ്ങളൊന്നും ഇല്ല. തുണിക്കടയുണ്ട്, വണ്ടിയുടെ ഷോറൂം ഉണ്ട്, പിന്നെ ജ്വല്ലറീസ് അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളാണ് ഉള്ളത്. ഇവിടത്തെ ജോലിക്ക് പോയാലുള്ള മെയിൻ പ്രോബ്ലം എന്ന് ടൈം. നമുക്ക് ടൈം വലിയൊരു ബുദ്ധിമുട്ടാണ്. രാവിലെ 9 മണിക്കൊക്കെ ഞാൻ ജ്വല്ലറിയിലൊക്കെ ജോലിക്ക് പോയിട്ടുള്ളതാട്ടോ. അവിടെ രാവിലെ 9 മണിക്കൊക്കെ ജോലിക്ക് കയറിയാൽ രാത്രി 9 മണി എങ്ങനെ പോയാലും 8-9 മണിയാവും വീട്ടിൽ വരുമ്പോൾ. അന്നേരം കസ്റ്റമർ വരുവോ അല്ലെങ്കിൽ നമ്മൾ ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തിട്ട് ഇത് എല്ലാം കണക്ക് നോക്കി വെക്കുന്ന ആ ഒരു ഇതാണല്ലോ. അതൊക്കെ എന്തെങ്കിലും ഒരെണ്ണം മിസ്സിങ്ങോ അല്ലെങ്കിൽ എല്ലാം വിട്ടുപോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ
പിന്നെയും ടൈം ഒരുപാട് എടുക്കും. അങ്ങനെ 10-10:30 ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. അതും കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ വലിയ മക്കളൊക്കെ ഉള്ളവർക്ക് പിന്നെയും പ്രോബ്ലം ഇല്ല, അവര് അവരുടെ കാര്യങ്ങൾ തന്നെ സ്വയം ചെയ്തോളുമല്ലോ എന്നുള്ളപ്പോൾ അതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങളെ കേട്ടിട്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല കേട്ടോ. അന്നേരം അതാണ് പ്രൈവറ്റ് ഫേമിന്റെ ജോലിയോട് ഞാൻ ആഗ്രഹിക്കാത്തത്. പക്ഷേ വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പോ കുഞ്ഞ് അംഗൻവാടിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെറുതെ അങ്ങനെ പറ്റുന്ന സമയത്തൊക്കെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന അതെന്റെ ആ ഒരു സമയത്ത് ചെയ്താൽ മതിയല്ലോ. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ആസ്വദിച്ച് ചെയ്യാനും പറ്റും. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന സമയത്ത് പറ്റുന്നത്രയും കണ്ടന്റ് ഒക്കെ ചെയ്ത് എനിക്ക് അറിയാവുന്ന രീതിയിൽ, എനിക്ക് വലിയതായിട്ട് എഡിറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല. ഞാൻ ഈ ഓരോ വീഡിയോസ് ഒക്കെ കണ്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അങ്ങനെ ഒരു സന്തോഷം കണ്ടെത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് എനിക്കൊരു എന്റർടൈൻമെന്റും ആകും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു വരുമാനവും ആകും. അന്നേരം പിന്നെ എന്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാന് ഹസ്ബൻഡ്, എന്റെ മോള് ആണുള്ളത്. പിന്നെ അമ്മ, അച്ഛൻ, നാത്തൂന്റെ ഹസ്ബൻഡ്, മക്കളെല്ലാവരും ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അവരെയൊക്കെ ഞാൻ വരും വീഡിയോസിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും. നാത്തൂന്റെ 2 മക്കളുണ്ട്, ആദിയും കേശുവും. അവന്മാർ നല്ല സപ്പോർട്ടായിട്ട്. ആദ്യമാണെങ്കിൽ പറയും മമ്മി ചാനൽ ക്രിയേറ്റ് ചെയ്തോ മമ്മി, നമുക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എപ്പോഴാ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ നല്ല സപ്പോർട്ടായിട്ടാണ് കൂടെ നിൽക്കുന്നത്. അന്നേരം അവനും കൂടെ ഒക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തപ്പോ ഞാൻ വിചാരിച്ച എന്തായാലും ഇറങ്ങാൻ പോവാണ്. നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. ഇങ്ങനെ ഒന്നും അറിയത്തില്ല, ഒന്നിനും എന്നെ കൊണ്ട് കഴിവില്ല എന്ന് പറഞ്ഞ് വെറുതെ സമയം വേസ്റ്റാക്കി കളയുന്ന എന്തിനാ. അന്നേരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അന്നേരം പിന്നെന്താണ് പറയാനുള്ളത്? അല്ലിമോളെ തന്നെ അല്ലിമോക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞേ. നിങ്ങൾക്ക് മനസ്സിലായി എന്ത് പറയുന്നത്? സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ വേറെന്തുവാ? അത് പറഞ്ഞല്ലോ, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഇനി എന്തുവാ? ഷെയർ ചെയ്യണം. പിന്നെന്തുവാ? കമന്റ് ചെയ്യണം. പിന്നെന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നീ ഇതെവിടെ നോക്കിയിരിക്കുന്നത്? കൈയൊക്കെ മുറിയും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഇനി വരും വീഡിയോസിലൊക്കെ ഞാൻ ഓരോ കണ്ടന്റുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അല്ലി പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.